നമുക്കൊരു കഥ പറയാം, പക്ഷേ ഇതൊരു സാധാരണ കഥയല്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ചാണ്. അവൾ നായ്ക്കളെ ജീവനുതുല്യം സ്നേഹിച്ചു. പക്ഷേ ആ സ്നേഹം തന്നെ അവളെ ഒരു ദുരന്തത്തിലേക്ക് നയിച്ചു. ഈ കഥ ലേസി ഡുവാൽ എന്നൊരു ആനിമൽ റെസ്ക്യൂവറുടേതാണ്. ഈ കഥ കേൾക്കുമ്പോൾ നിന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വരും, ചിലപ്പോൾ ഒരു വിഷമവും. എങ്കിലും ഈ കഥ പറയേണ്ടത് അത്യാവശ്യമാണ്, കാരണം ചില കഥകൾ മറക്കാൻ പാടില്ല, അല്ലേ? ലേസി ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നില്ല. 12 വയസ്സുള്ളപ്പോൾ അവൾ ഒരു തെരുവുനായയെ രക്ഷിച്ചു. ആ നിമിഷം മുതൽ അവൾക്ക് മനസ്സിലായി, നായ്ക്കളെ സഹായിക്കുക എന്നത് തന്റെ ജീവിത ലക്ഷ്യമാണ്. അവൾ പ്രശ്നക്കാരായ നായ്ക്കളെ കണ്ടില്ല. അവൾ കണ്ടത് ഉപേക്ഷിക്കപ്പെട്ട, പീഡിപ്പിക്കപ്പെട്ട, ആർക്കും മനസ്സിലാകാത്ത ആത്മാക്കളെയാണ്. 30 വയസ്സാകുമ്പോഴേക്കും ലേസി 150-ലധികം നായ്ക്കളെ ഫോസ്റ്റർ ചെയ്തിരുന്നു. ഷെൽട്ടറുകളിൽ ജോലി ചെയ്തു. ട്രോമ കേസുകളിൽ വോളണ്ടിയറായി. രക്ഷിക്കാൻ പറ്റാത്ത നായ്ക്കൾക്ക് വേണ്ടി ഒരു ഓൺലൈൻ ഫോളോയിങ് തന്നെ ഉണ്ടാക്കി. ഇൻസ്റ്റാഗ്രാമിൽ അവൾ പിറ്റ്ബുള്ളുകൾ, മാസ്റ്റിഫുകൾ, ഷെപ്പേർഡുകൾ, ആളുകൾ ഭയപ്പെടുന്ന നായ്ക്കളുടെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തു. #നോ സച്ച് തിങ് ആസ് ബാഡ് ഡോഗ്സ്, #ഹീലിംഗ് ടേക്സ് ടൈം എന്ന ഹാഷ്ടാഗുകൾ ഉപയോഗിച്ചു. പക്ഷേ ഈ പോസ്റ്റുകളുടെ പിന്നിൽ വലിയ റിസ്കുകൾ ഉണ്ടായിരുന്നു, അല്ലേ? ലേസി അപകടകാരികളായ നായ്ക്കളെ സ്വീകരിച്ചു. നിയമവിരുദ്ധമായ ഡോഗ് ഫൈറ്റിംഗ് റിങ്ങുകളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവ, ഹോർഡിംഗ് സാഹചര്യങ്ങളിൽ നിന്ന് വന്നവ, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടവ. ചില നായ്ക്കൾക്ക് ഒട്ടും സോഷ്യലൈസേഷൻ ഇല്ലായിരുന്നു. ചിലതിന് ആക്രമണോത്സുകതയുടെ ചരിത്രമുണ്ടായിരുന്നു. എങ്കിലും ലേസി വിശ്വസിച്ചു, കുറച്ച് സമയവും സ്നേഹവും ഘടനയും കൊടുത്താൽ ഏത് നായയെയും മാറ്റാം. പക്ഷേ അവളുടെ അവസാന റെസ്ക്യൂ അവളുടെ ഈ വിശ്വാസത്തെ പരീക്ഷിച്ചു. എല്ലാം തുടങ്ങുന്നത് മെയ് മാസത്തിലാണ്. ഒരു ലോക്കൽ ഷെൽട്ടറിൽ നിന്നൊരു കോൾ വന്നു. 3 ആൺനായ്ക്കൾ, പിറ്റ്ബുൾ, കെയിൻ കോർസോ മിക്സ് എന്ന് കരുതുന്നവ, ഒരു നിയമവിരുദ്ധ ഫൈറ്റിംഗ് കോമ്പൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവ. ഇവയെ ന്യൂട്ടർ ചെയ്തിട്ടില്ല. പോഷകാഹാരക്കുറവുള്ളവ, ഭയപ്പെട്ട് നിൽക്കുന്നവ. 2 റെസ്ക്യൂ ഗ്രൂപ്പുകൾ ഇവയെ എടുക്കാൻ വിസമ്മതിച്ചു. പക്ഷേ ലേസി അതേ എന്ന് പറഞ്ഞു. അവൾ അവയ്ക്ക് പേര് നൽകി: റോമിയോ, ബ്രൂട്ടസ്, ഹാങ്ക്. ലേസി അവയുടെ പുരോഗതി ഡോക്യുമെന്റ് ചെയ്തു. അവർ അയൽക്കാരെ കണ്ടു കുരച്ചു, ഫർണിച്ചർ നശിപ്പിച്ചു. പക്ഷേ പതിയെ അവർ അവളെ വിശ്വസിക്കാൻ തുടങ്ങിയതായി തോന്നി. റോമിയോ ഒരു ട്രീറ്റിനു വേണ്ടിയിരിക്കുന്ന വീഡിയോ അവൾ പോസ്റ്റ് ചെയ്തു. ബ്രൂട്ടസ് അവളുടെ കൂടെ സോഫയിൽ കിടക്കുന്ന ഫോട്ടോ വന്നു. പുരോഗതിക്ക് ക്ഷമ വേണം, അവരെ ഉപേക്ഷിക്കരുത് എന്ന് അവൾ ക്യാപ്ഷൻ എഴുതി. പക്ഷേ അവളോട് അടുപ്പമുള്ളവർക്ക് ആശങ്ക ഉണ്ടായിരുന്നു, അല്ലേ? അവളുടെ കൈകളിൽ കടിയേറ്റ പാടുകൾ കണ്ടു, കൈത്തണ്ടയിൽ ബാൻഡേജുകൾ. ലേസി പറഞ്ഞു, ഇതൊക്കെ ചെറിയ മാന്തലുകൾ മാത്രം. ഒരു സുഹൃത്ത് പറഞ്ഞു, അവൾ ക്ഷീണിതയായിരുന്നു, ആഴ്ചകളായി ശരിക്കും ഉറങ്ങിയിട്ടില്ല. പക്ഷേ അവൾ തീരുമാനിച്ചിരുന്നു. എന്തിന്? സ്നേഹം കൊണ്ട് എന്തിനേയും മാറ്റാമെന്ന് തെളിയിക്കാൻ. ജൂലൈ 19 വൈകുന്നേരം രാവിലെ 7 മണി കഴിഞ്ഞ് 30 മിനിറ്റിന് എന്തോ അസ്വാഭാവികം നടക്കുന്നു. ഒരു അയൽവാസി വ്യത്യസ്തമായ ശബ്ദം കേട്ടു. നായയുടെ കുര, പക്ഷേ സാധാരണ കുരയിലല്ല. പരിഭ്രാന്തമായ, ആക്രമണോത്സുകമായ കുര. പിന്നെ ഒരു ക്രാഷ് ശബ്ദം, ഒരു അലർച്ച, പിന്നെ നിശബ്ദത. ആശങ്കയോടെ അയൽവാസി വേലിയിലേക്ക് നടന്നു നോക്കി. ഒരു മൃഗസ്നേഹി ഒരിക്കലും കാണാൻ പാടില്ലാത്ത കാഴ്ചയാണ് അവിടെ ഉണ്ടായിരുന്നത്. ലേസി പുല്ലിൽ നിശ്ചലമായി കിടക്കുന്നു. ഒരു നായ് അവളെ ചുറ്റി നടക്കുന്നു. മറ്റൊന്ന് അവളുടെ കാലിൽ കടിക്കുന്നു. മൂന്നാമത്തേത് അവളുടെ മുകളിൽ നിൽക്കുന്നു. അയൽവാസി 911 വിളിച്ചു. അവർ അവളെ കടിക്കുന്നു. ദൈവമേ, നിർത്തുന്നില്ല. ദയവായി സഹായിക്കൂ. പോലീസ് 5 മിനിറ്റിനുള്ളിലെത്തി. പക്ഷേ എല്ലാം വൈകിപ്പോയിരുന്നു. ആനിമൽ കൺട്രോൾ 2 നായ്ക്കളെ കീഴടക്കി. മൂന്നാമത്തേത് വീട്ടിനുള്ളിൽ ഓട്ടി, പിന്നീട് കോർണർ ചെയ്യപ്പെട്ടു. ലേസിയെ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചതായി പ്രഖ്യാപിച്ചു. മെഡിക്കൽ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതായിരുന്നു. 200-ലധികം കടിയേറ്റ പാടുകൾ, വൻ രക്തനഷ്ടം, കൈകളിലും കൈത്തണ്ടയിലും പ്രതിരോധ പാടുകൾ. മരണകാരണം: നീണ്ട ഏകോപിതമായ നായ ആക്രമണം മൂലം രക്തം വാർന്നുപോയത്. ഈ വാർത്ത രാജ്യത്തെ ഞെട്ടിച്ചു. നായരക്ഷകയെ അവളുടെ രക്ഷിതാക്കൾ കൊന്നു. ദയയുടെ ദൗത്യം ഭീകരതയിൽ അവസാനിച്ചു എന്നൊക്കെ തലക്കെട്ടുകൾ വന്നു. ചിലർ നായ്ക്കളുടെ ഇനത്തെ കുറ്റപ്പെടുത്തി, ചിലർ റെസ്ക്യൂ സിസ്റ്റത്തെ. പക്ഷേ ലേസിയെ അറിയാവുന്നവർക്ക് അറിയാമായിരുന്നു, അവൾ ഒരിക്കലും നായ്ക്കളെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കില്ല. നമുക്കൊന്ന് ചിന്തിക്കാം, എന്താണ് ഇതിന് കാരണമായത്?
എന്താണ് ആക്രമണത്തിന് തിരികൊളുത്തിയത്? ലേസിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു നിമിഷമുണ്ടായോ? അവൾ അത് കണ്ടില്ലേ? വിദഗ്ധർ പറയുന്നു, ഈ നായ്ക്കൾ ഒരു പാക്ക് ഹയറാർക്കി ഉണ്ടാക്കിയിരുന്നു. ഉയർന്ന സമ്മർദ്ദ സാഹചര്യങ്ങളിൽ, ഒരുപക്ഷേ ഭക്ഷണത്തിനു വേണ്ടിയുള്ള തർക്കം അല്ലെങ്കിൽ ആന്തരിക റാങ്ക് വെല്ലുവിളി, ഒരു പാക്ക് ആക്രമണം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാം, മാരകമായി. ഒരു ട്രെയിനർ പറഞ്ഞു, നിന്റെ വീട്ടിൽ ഒന്നിലധികം ട്രോമയുള്ള, ഉയർന്ന ഡ്രൈവുള്ള, അസന്തുലിതമായ നായ്ക്കളെ ഒരുമിച്ച് വെച്ചാൽ നീ നിന്റെ ജീവനുമായി ചൂതാടുകയാണ്. പക്ഷേ ലേസി വിശ്വസിച്ചത് സ്നേഹം എല്ലാം ജയിക്കും എന്നാണ്. ആ വിശ്വാസം അവളുടെ എല്ലാം എടുത്തു. 3 നായ്ക്കളെയും കോടതി ഉത്തരവ് പ്രകാരം യൂഥനേഷ്യ ചെയ്തു. ലേസിയുടെ കുടുംബം അതിനെ എതിർത്തില്ല. എങ്കിലും അവർ നായ്ക്കളെ കുറ്റപ്പെടുത്താൻ തയ്യാറായില്ല. അവളുടെ അമ്മ പറഞ്ഞു, ആർക്കും കൊടുക്കാത്തൊരവസരം ലേസി അവർക്ക് കൊടുത്തു. അവർ അതിനെ ദുരുപയോഗം ചെയ്തു. പക്ഷേ അവൾ തന്റെ ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യുമ്പോൾ മരിച്ചു. ആഴ്ചകൾക്ക് ശേഷം ലേസി ഡുവാൽ ഫൗണ്ടേഷൻ ഫോർ റെസ്ക്യൂ റിഫോം തുടങ്ങി. അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വീട്ടിൽ റെസ്ക്യൂ ചെയ്യുന്നവർക്ക് മെച്ചപ്പെട്ട പരിശീലനവും സ്ക്രീനിങ്ങും, ഉയർന്ന റിസ്ക്കുള്ള നായ്ക്കൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ, കൂടാതെ ജനങ്ങൾക്ക് കരുണയും ജാഗ്രതയും തമ്മിലുള്ള വരയെക്കുറിച്ച് ബോധവൽക്കരണം. ലേസിയുടെ മെമ്മോറിയലിൽ ഒരു റെസ്ക്യൂവർ അവളുടെ ജേണലിൽ നിന്ന് വായിച്ചു, ചില നായ്ക്കൾക്ക് ഒരു ലീഷ് വേണം, ചിലർക്ക് സ്ഥലം വേണം, ചിലർക്ക് കാണപ്പെടണം. ഏതാണ് ഏത് എന്ന് മനസ്സിലാക്കുക. അത് വൈകും മുമ്പ്. അതാണ് ബുദ്ധിമുട്ട്. ലേസി ഒരു വിഡ്ഢിയായി മരിച്ചില്ല. അവൾ വിശ്വസിച്ചത് രോഗശാന്തിയിലാണ്. പക്ഷേ അവളുടെ കഥ നമ്മോട് പറയുന്നു, ചില ട്രോമകൾ വളരെ ആഴമാണ്. ചില സഹജാവബോധങ്ങളെ മാറ്റാനാകില്ല. സ്നേഹം പോലും എല്ലായ്പ്പോഴും തകർന്നവയെ രക്ഷിക്കില്ല. നിനക്ക് ഈ കഥ എന്തെങ്കിലും തോന്നലുണ്ടാക്കിയെങ്കിൽ, നിന്നെ ചിന്തിപ്പിച്ചെങ്കിൽ, ഒന്ന് നിർത്തി ആലോചിക്കാൻ പ്രേരിപ്പിച്ചെങ്കിൽ, അതാണ് തുടക്കം. ഉത്തരവാദിത്തമുള്ള റെസ്ക്യൂകളെ പിന്തുണയ്ക്കൂ. സ്വയം പഠിക്കൂ. ജീവൻ രക്ഷിക്കുന്നതിന്റെ അപകടങ്ങൾ എപ്പോഴും ബഹുമാനിക്കൂ.